ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ, കേരളം പൂർണ്ണമായും പവർ കട്ടും ലോഡ് ഷെഡിങ്ങുമാണ്. കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് നീറ്റ് പരീക്ഷയാണ് അട്ടിമറിക്കുന്നതെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ് വൈദ്യുതി ക്ഷാമം സൃഷ്ടിച്ചുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഇവിടെ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രികളിൽ ഓക്സിജൻ ലഭിച്ചുകൊണ്ട് ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ സാധിക്കുന്നില്ല. വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾ ഇപ്പോൾ മര്യാദക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നില്ല. പവർ കട്ടും ലോഡ് ഷെഡിങ്ങുമാണ്. കേരളം വൈദ്യുതിയുടെ കാര്യത്തിൽ ഒരു കമ്മി സംസ്ഥാനമാണ്. ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ 10 വർഷക്കാലം ഈ കേരളത്തിൽ പവർ കട്ടുണ്ടായോ? ലോഡ് ഷെഡിങ് ഉണ്ടായോ? എത്ര ഫലപ്രദമായ നിലയിലാണ് കേരളത്തിലെ വൈദ്യുതി ആവശ്യം പരിഹരിച്ചത്? ഇവിടെ നിന്ന് നമുക്ക് ജലവൈദ്യുത പദ്ധതികൾ വെള്ളത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്, പരിമിതിയുണ്ട്. ജലവൈദ്യുത പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ഉൽപ്പാദനമുണ്ടാക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് അത് വിതരണം ചെയ്യുമ്പോൾ തന്നെ കേരളത്തിന് ആവശ്യമുള്ള വൈദ്യുതി എല്ലാ നിലവാരത്തിലും പരിശോധിച്ച് വൈദ്യുതി റെഗുലേറ്ററി ബോർഡിൻ്റെ അനുമതിയോടുകൂടി വൈദ്യുതി വാങ്ങി കേരളത്തിൽ വൈദ്യുതി ക്ഷാമം പരിഹരിക്കുകയാണ്. കേരളത്തിൻ്റെ ധനത്തെക്കുറിച്ചൊന്നുമല്ല ചിന്തിച്ചത്, ജനങ്ങളുടെ ആവശ്യമാണത്. ഇന്ന് വൈദ്യുതി ഒരു അത്യാവശ്യ വസ്തുവാണ്, ഓരോ കുടുംബത്തിൻ്റെയും ആവശ്യ വസ്തുവാണ്, മനുഷ്യൻ്റെ ജീവിതവുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ളൊരു വൈദ്യുതി വെളിച്ചം കൊടുക്കാൻ, ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സഹായം കൊടുക്കാൻ ഒരു നടപടിയും ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ സണ്ണി ജോസഫ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, രണ്ടുപേരും പറഞ്ഞതും നട്ടാൽ പൊടിക്കാത്ത കള്ളത്തരമാണ്. ആര്യാടൻ മുഹമ്മദ് 2015 ഉണ്ടാക്കിയിട്ടുള്ള കരാർ ഈ ഗവൺമെൻറ് റദ്ദ് ചെയ്തിട്ടില്ല. ആ ഗവൺമെൻറ് ആ കരാർ തന്നെയാണ് തുടർന്നത്. എന്നാൽ ആ കരാറിൽ ചില ദോഷവശങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഈ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ ആ കരാർ തുടരുകയാണ് ചെയ്തത്. ഇവിടെ റെഗുലേറ്ററി കമ്മിറ്റിയാണ് ആ കരാർ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. അതിൻ്റെ മേലെ നടപടി സ്വീകരിച്ചത്, ട്രിബ്യൂണലിൽ പോയത്. ഇപ്പോൾ ആ കേസ് സുപ്രീം കോടതിയിലാണ്. എന്താ ഇവിടെ UDF മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും പറഞ്ഞത്? ആര്യാടൻ്റെ കരാർ റദ്ദ് ചെയ്താണ് ഈ പ്രശ്നം. ഏത് കരാറാണ് റദ്ദ് ചെയ്തിരിക്കുന്നത്? ഈ ഗവൺമെൻറ്റിന് നിലവാരം വേണ്ടേ? വൈദ്യുതി ജനങ്ങളുടെ ഒരു ആവശ്യ വസ്തുവാണ്. അത് കണ്ടെത്തി ജനങ്ങൾക്ക് കൊടുക്കാൻ നടപടി സ്വീകരിക്കണ്ടേ? ഇവിടെ ഒരു മന്ത്രി പറയുന്നത് മഴ പെയ്യാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് മഴ പെയ്യുമോ? മഴ പെയ്തിട്ട് ഇവിടുത്തെ വൈദ്യുതി പ്രശ്നം പരിഹരിച്ചാൽ മതിയോ? ഒരു മന്ത്രിയുടെ ഒരു നിലവാരം പുലർത്താൻ സാധിക്കുന്നുണ്ടോ? എന്തൊക്കെ വിഡ്ഢിത്തങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തെ ഇരുട്ടിൽ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ്. വൈദ്യുതി രംഗമാകെ താറുമാറാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ലക്ഷ്യം വൈദ്യുതിയുടെ ചാർജ് വർദ്ധിപ്പിക്കലാണ്. ഇതിൻ്റെ മറവിൽ വൈദ്യുതി ക്ഷാമം ഉണ്ട് എന്ന് വരുത്തി തീർത്ത് ജനങ്ങളെ പിഴിയാനുള്ള വഴി തേടുകയാണ്. വൈദ്യുതിയുടെ ചാർജ് വർദ്ധിപ്പിക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇതിൻ്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളം നേരത്തെ കഴിഞ്ഞ 10 വർഷക്കാലം എവിടെയെങ്കിലും ആക്ഷേപമുണ്ടായോ? അതികഠിനമായിട്ടുള്ള മഴയും കാലവർഷക്കെടുതിയുമൊക്കെ വരുമ്പോഴും മിനിറ്റുകൾക്കകമാണ് ഇവിടുത്തെ വൈദ്യുതി പുനഃസ്ഥാപിച്ചു കൊടുത്തിട്ടുള്ളത്. അത്രമാത്രം പവർഫുള്ളായി പ്രവർത്തിച്ചൊരു രംഗമായിരുന്നു കേരളത്തിലെ വൈദ്യുതി രംഗം. ഈ ഗവൺമെൻറ് തകർത്തില്ലേ? എവിടത്തേക്കാണ് ഈ നാടിനെ കൊണ്ടുപോകുന്നത്? ഭരിക്കാൻ അറിയില്ലെങ്കിൽ പഠിച്ച് ഭരിക്ക്. മുഖ്യമന്ത്രിക്ക് പരിചയക്കുറവുണ്ടെങ്കിൽ പരിചയമുണ്ടാക്കുക, ട്രെയിനിങ് നടത്ത്. എന്തൊരു അവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആശുപത്രികളിൽ ഓക്സിജൻ കിട്ടാത്തതുകൊണ്ട് മരണം നടക്കുകയല്ലേ? ഓപ്പറേഷൻ നടക്കാൻ കഴിയുന്നുണ്ടോ? ഇങ്ങനെ ആകെ തന്നെ ഈ കേരളത്തിൽ വൈദ്യുതി ക്ഷാമം സൃഷ്ടിച്ച് വില വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നടപടി സ്വീകരിച്ച് ഈ കേരളത്തിലെ സുഖകരമായി
ജനങ്ങൾക്ക് ആവശ്യം പോലെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്ന വൈദ്യുതി രംഗത്തെ തകർത്തിരിക്കുകയാണ് UDF ഗവൺമെൻറ്. അതിനുള്ള പ്രതിഷേധമാണ് ഇന്ന് കേരളത്തിലുടനീളം. ഇപ്പോൾ നിങ്ങൾ കേരളത്തിലെ എല്ലാ തെരുവുകളിലേക്കും നോക്കൂ. നൂറുകണക്കിന് ആളുകൾ മെഴുകുതിരിയുമായിട്ട് തെരുവിലാണ്, വീടുകളിൽ മുദ്രാവാക്യമാണ്. ഈ ജനകീയ പ്രശ്നം പരിഹരിച്ചേ പറ്റൂ. ഈ കേരളത്തെ ഇരുട്ടിലാക്കുന്ന ഈ അരണ്ട ഗവൺമെൻറ്, ഈ ഗവൺമെൻറ് ഇന്നൊരു ബാധ്യതയായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരമൊരു ഘട്ടത്തിൽ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ കേരളത്തിൽ ഈ മെഴുകുതിരി കത്തിച്ച് അതിൻ്റെ വെളിച്ചം കാണിച്ച് ഒരു പ്രതിഷേധ സമരം കേരളത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു സമരത്തിൻ്റെ തുടക്കമാണ്. ഈ നാടിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഇടതുപക്ഷ ഗവൺമെൻറ്റിനുണ്ട്. ആ ദൗത്യം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നു. ആ ദൗത്യം അവർ സ്വീകരിച്ചിരുന്നു. ആ ദൗത്യത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ കേരളത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന UDFൻ്റെ ഭരണത്തിൽ ആ പഴയകാലത്തെ ഓർമ്മിപ്പിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു സമരമുഖം ഇവിടെ തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് വൈദ്യുതി പ്രശ്നം പരിഹരിക്കണം, വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കരുത്. ആ ആവശ്യമാണ് ഇന്നത്തെ ഈ പ്രതിഷേധ സമരത്തിലൂടെ ഉയർത്തിയിരിക്കുന്നത്.